എക്കോയുടെ മീനിങ് എന്താണ്? മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട പ്രതിധ്വനി എന്നുള്ള ഇത് തന്നെയാണ്. എക്കോ തന്നെയാണ്. പിന്നെ ഉള്ളത് നോക്കുമ്പോഴാണ് നമുക്ക് എക്കോയിൽ പല രാജ്യങ്ങളിൽ പല ലാംഗ്വേജസ് പല അർത്ഥങ്ങളാണ്. പല ലാംഗ്വേജ് പല അർത്ഥങ്ങൾ. ആ അർത്ഥങ്ങളെല്ലാം നമ്മുടെ പടവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അർത്ഥങ്ങളാണ്. 1 വീക്കിൽ ചേട്ടാ പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് ആ 1 വീക്കിൽ എഴുതിയ സാധനമാണ് കിഷ്കിന്ധാകണം. ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ സബ്ജക്റ്റും അവൻ 15 വയസ്സിൽ എഴുതിയ സാധനമാണ്. ഒരു വേവിലേക്ക് എപ്പോഴും കണക്റ്റ് ആവണം, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദുൽഖറിലേക്ക് കണക്ട് ചെയ്തു. ദുൽഖറിന് ഒരു സബ്ജക്റ്റ് പറഞ്ഞു, അത് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അസിസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവർക്കൊന്നും ഒന്നും ധൈര്യമില്ലായിരുന്നു, ഇവരെന്താ ചെയ്യാന്നല്ല. സന്ദീപിനൊരു ചെറിയൊരു പോറലിങ്ങനെ പട്ടിയുടെ, അതോടുകൂടി അവൻ ടെൻഷനായി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പെറ്റ് ലവറാണ്. എനിക്ക് നായ്ക്കളുടെ അടുത്തെല്ലാം നായ്ക്കൾ എൻ്റെ അടുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയില്ല, അതെല്ലാം പണ്ടേതോ നായായിട്ട് ജീവിച്ചതാന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു വെറുമ്പിനെ പോലും മൂപ്പര് എന്തെങ്കിലും ഒരു ചവിട്ടിപ്പൂറ്റ് എടുത്തിട്ട് അതിനെ ശുശ്രൂഷിച്ച് അതിനെ ജീവിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യാറുള്ള വ്യക്തിയാണ് എൻ്റെ അമ്മ. പ്രമുഖ തന്മാത്രയിലും പോലെയുള്ള ലാലേട്ടൻ്റെ പെർഫോമൻസ് ബേസ്ഡ് എന്തെങ്കിലും അതെപ്പോഴും ഫ്യൂച്ചറിൽ ഉണ്ടാവട്ടെ. വെൽക്കം സർ. എക്കോ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സ്ക്രീനുകൾ കൂടി 200+ സ്ക്രീനുകൾ കൂടി, പിന്നെ GCCയിൽ ഒരു 100+ സ്ക്രീനുകൾ കൂടിയുണ്ട്, പിന്നെ കാനഡയിൽ സ്ക്രീനുകൾ കൂടി. അതിനെക്കുറിച്ച് കാരണം എന്താ പറയാനുള്ളത്? സന്തോഷം തന്നെയാണ്. കാരണം കിഷ്കിന്ധാകണ്ടോ ഇതേപോലെ തന്നെ പല കൺട്രീസിൽ ഓടുമ്പോൾ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മളെ മൂവി ഇത്രയ്ക്കും രാജ്യങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് റീസെൻ്റ്ലി ആണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊരു ട്രെൻഡിങ് വന്നത്. വേറെ കൺട്രീസിലും ഇത്രയും വൈഡായിട്ട് റിലീസ് ചെയ്യാവുന്ന മലയാളം ഫിലിംസൊക്കെ. അപ്പോൾ അതിൽ നമുക്കൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ള തോന്നുമ്പോൾ ഭയങ്കര സന്തോഷം. അതും ഈ ഇപ്പോൾ എക്കോൻ്റെ നോക്കുമ്പോൾ എനിക്കൊന്ന് കിഷ്കിന്ധാകണ്ടത്തിനേക്കാളും കൂടുതലായിട്ട് കൺട്രീസുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഭയങ്കര സന്തോഷം. എന്തായാലും ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഹാപ്പി മൊമെൻറ്റ് പോയിക്കൊണ്ടിരിക്കുക. സാർ, ഇപ്പോൾ കക്ഷി അമ്മയുള്ള പിന്നെ കിഷ്കിന്ധാകണ്ടം ഈ പേരിനൊക്കെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അതുപോലെ എക്കോയ്ക്ക് എന്താണ് എക്കോയുടെ മീനിങ് എന്താണ്? അതാണ് എക്കോയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ലൈക്ക് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട പ്രതിധ്വനി എന്നുള്ള ഇത് തന്നെയാണ്. എക്കോ തന്നെയാണ്. അപ്പം പിന്നെയുള്ളത് നോക്കുമ്പോഴാണ് നമുക്ക് എക്കോയിൽ പല പല രാജ്യങ്ങളിൽ പല ലാംഗ്വേജസ് പല അർത്ഥങ്ങളാണ്. പല ലാംഗ്വേജ് പല അർത്ഥങ്ങൾ. ആ അർത്ഥങ്ങളെല്ലാം നമ്മുടെ പടവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അർത്ഥങ്ങളാണ്. അപ്പം അതിൽ ഒരു 2-3 നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഏക ലൈക്ക്, അല്ലെങ്കിൽ ന്യൂ ബോൺ, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള സ്ട്രോങ്, ഇങ്ങനത്തെയുള്ള കുറേ അർത്ഥങ്ങളല്ല. അതെല്ലാം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പടവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡ്സാണ്. അപ്പോൾ ആ ഇതിലുകൊണ്ട് എക്കോ എന്നുള്ള, പിന്നെ ചില ലാംഗ്വേജ് EKO എന്ന് തന്നെയാണ് പ്രൊണൗൺസിയേഷൻ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിന് EKO എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ട് അതിൽ. എഴുതുമ്പോൾ തന്നെ EKO ആൻഡ് അതിൻ്റെ മേലെ ഒരു വരയും വരുമ്പോൾ അതിനൊരു ക്യാരക്ടർ തോന്നി, അതുകൊണ്ട് അങ്ങനെ ഇട്ട്. ഇപ്പം നോക്കുമ്പോൾ പല ആൾക്കാരും ഭയങ്കര ആപ്റ്റായിട്ടുള്ള പേര് എന്നുള്ള രീതിയിൽ. മുന്നേ നമുക്ക് കുറച്ച് ടെൻഷനായിരുന്നു ഇംഗ്ലീഷ് നെയിം എങ്ങനെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇതിൻ്റെ എക്കോ തന്നെയാണ് പ്രതിധ്വനി എന്ന് ആരും മലയാളത്തിൽ പറയില്ലല്ലോ. അപ്പോൾ എക്കോ തന്നെയാണ് പറയുക. അങ്ങനത്തെ ഒരു റിലേഷൻ മലയാളമായിട്ടുണ്ട് എന്നുള്ളത് തോന്നി. ഓൾ ടുഗദർ ഇറ്റ്സ് എ ഗുഡ് നെയിം. ഒരു യുണീക്നെസ് തോന്നിയതുകൊണ്ടാണ് എക്കോ എന്നിട്ട്. ബട്ട് എല്ലാം കൊണ്ടും ഭയങ്കര ആപ്റ്റായിട്ട് ഇപ്പോൾ ആൾക്കാർ അതിനെപ്പറ്റിയാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷം. ആലപ്പുഴ ചിങ്കാനെ പടക്കളമൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ സന്ദീപിനെ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ തുടങ്ങി. പക്ഷെ അതിന് മുന്നേ തന്നെ കാസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ആ ഒരു ഏജിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് അത് സന്ദീപിലേക്ക് തന്നെ എത്തിയത്? അല്ല, അതന്നെ കിഷ്കിന്ധാകണ്ടം മുന്നെയാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റോറി എനിക്ക് ബാഹുല് മീൻസ് സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാനായിട്ട് ബാഹുല് തരുന്നത്. അപ്പം തന്നെ ഞാൻ എല്ലാ രീതിയിലും ഓക്കെ നമ്മൾ ഇതിൽ ഇന്നായി, ഭയങ്കര എക്സൈറ്റഡ് ആയി എന്താണ് ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിന്നെയുള്ളത് ഓക്കെ കാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ആരെന്നുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കുറച്ച് വാല്യൂ ഉള്ള ഒരു കാസ്റ്റിംഗ് ആണ് നമ്മൾ എന്താ പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്ഷൻ ആവണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ആ രീതിയിലായിരുന്നു പോയത്. പക്ഷേ ഒരു ഘട്ടത്തിൽ കിഷ്കിന്ധാകണ്ടം ഹിറ്റാവുന്നതും പിന്നെ നമ്മൾ റീതിങ്ക് ചെയ്തു ഓക്കെ എങ്ങനെ നമുക്ക് ഈ സ്ക്രിപ്റ്റ് വൈസുള്ള തന്നെ ഏജ് ഉണ്ട്. നമ്മൾ ഏജ് സ്പെസിഫിക് ആണ്, ഒരു 25 അറൗണ്ട് എന്നുള്ളത്. അപ്പോൾ ആ 25 അറൗണ്ടിൽ തന്നെ ഇപ്പോൾ ഉള്ളൊരു കാറ്റഗറിയിൽ ആരൊക്കെ എന്നുള്ള ഒരു ചോദ്യത്തിൽ
നമുക്ക് കറക്റ്റ് ഫസ്റ്റ് പേര് വന്നത് മനസ്സിൽ വന്നതെന്ന് പറഞ്ഞാൽ സന്ദീപിൻ്റെ പേരാണ്. കിഷ്കിന്ധാണ്ടം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം അപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സ്റ്റാർ കാസ്റ്റും ക്യാൻവാസും എല്ലാം ഒന്ന് കൂടുന്നതല്ലേ. ആ ക്യാൻവാസും കൂടിയിട്ടില്ല എന്ന് തോന്നുന്നു, ബഡ്ജറ്റ് ആയാലും കൂടിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് എന്തുകൊണ്ടാണ്? അല്ല, അത് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്യാൻവാസ് കൂടേണ്ടത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കോണ്ടന്റാണ് അതിൻ്റെ കിങ് എന്നുള്ള രീതിയിൽ. ലൈക്ക് കോണ്ടന്റ് കിടലായതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ നമുക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എപ്പോഴും നമ്മളെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. അതിനോടുള്ള ഇഷ്ടം കൂടുതലാക്കുന്നത് ആ കോണ്ടന്റിനോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ അത് ആ കാരണം കൊണ്ടായിരിക്കും നമ്മളത് ഓക്കെ അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ആളെ മതി നമുക്കുള്ളതാണ്. പക്ഷേ പല ആൾക്കാരും ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആ സമയം എല്ലാവരും പ്രേക്ഷകൻ അല്ലെങ്കിൽ ഓഡിയൻസ് എല്ലാം വിചാരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിന് ശേഷം വലിയൊരു കാസ്റ്റിങ്ങിലേക്ക് പോകുന്നുള്ള ഒരു തോന്നലിലാണ് എപ്പോഴും ഉണ്ടാവുക. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പല പ്രൊഡ്യൂസേഴ്സും ചോദിച്ചു ഇനി ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇനി മുകളിലോട്ടേ ചിന്തിക്കാൻ പാടുള്ളൂ, ഇനി ഒരു രീതിയിലും ചെറിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഗ്രാഫ് ഡൗൺ ആവും എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നിയെന്ന് പറഞ്ഞാൽ നല്ല കോണ്ടന്റ് ഉണ്ടോ നമ്മളെ ഗ്രാഫ് മേലോട്ടേ പോകുള്ളൂ. നമ്മൾ നല്ല ജെന്യൂൻ ആയിട്ട് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നമ്മൾ ഗ്രാഫ് മുന്നോട്ടേ പോകുള്ളൂ. അത് പിന്നെ ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം പിന്നെ ബഡ്ജറ്റ് വൈസ് എനിക്കൊന്ന് സന്ദീപിനെ വെച്ചിട്ട് നോക്കുമ്പം ഒരു നല്ലൊരു ബഡ്ജറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ നല്ലൊരു ബഡ്ജറ്റിലാണ്. പക്ഷേ ഓൾ ടുഗദർ ഓക്കെ, നമുക്ക് ആ മെയിൻ ധൈര്യം എന്ന് പറഞ്ഞാൽ ആ കോണ്ടന്റ് തന്നെയാണ്. അതെ, ഇപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ സൂപ്പർ ഹിറ്റ് അടിച്ച 1-2 സിനിമകൾ കൂടിയാണ്. അപ്പൊ അവരൊക്കെ വലിയ കാസ്റ്റും വലിയ ബഡ്ജറ്റും ഓവറോൾ ക്യാൻവാസ് തന്നെ മാറി. അങ്ങനെയാണ് സിനിമകൾ ചെയ്യുന്നത്. സാർ മാത്രം വ്യത്യസ്തമായിട്ട് ഇല്ല, അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നൊന്നുമില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, എനിക്കിഷ്ടാവുന്ന സ്ക്രിപ്റ്റിൽ എന്താണ് ക്യാരക്ടർ, ആ ക്യാരക്ടറിന് ആരാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിലെ ക്യാരക്ടർ ആരാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ അല്ലാതെ ഒരു ആർട്ടിസ്റ്റിനെ നോക്കിയിട്ട് അതിൽ കണ്ണിലേക്ക് പ്ലേസ് ചെയ്യാന്നുള്ള രീതിയിൽ എനിക്ക് തോന്നാറില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ഓക്കെ, ഇപ്പോൾ അതിൽ വലിയൊരു ആക്ടറിന് ആവശ്യമുണ്ട്, സമീപിക്കും, അത്രയേ ഉള്ളൂ. അത് ആ ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യണം. ഓക്കെ, ഇത് ഇയാൾ ചെയ്ത ആളാണ് മാത്രമേ അത് നിൽക്കുള്ളൂ എന്നുള്ള നമുക്ക് ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷുവറായിട്ട് നമ്മൾ അവരെ സമീപിച്ചാലേ പറ്റുള്ളൂ. അപ്പം ചില ദിവസം നാളെ നല്ല വലിയ ഒരാളെ പടവും ചെയ്യും. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെയേ ചെയ്യുള്ളൂ എന്നുള്ള ആ ടാഗ് ഒന്നും ഇല്ല. ഇപ്പൊ ഒരു കക്ഷ്യാമണികളിലേക്ക് ശേഷം ഒരു 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സ്റ്റാർ കാസ്റ്റിന്റെ ഇഷ്യൂ കൊണ്ടാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ലാഗ് വന്നാണോ? അല്ല, ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിൽ നമ്മൾ ഫുള്ളി ലോക്കായി. ആ സമയത്ത് ആണ് ഞാനും ബാഹുലും ഇങ്ങനെ, ഞാൻ ചെന്നൈയിലായിരുന്നു, ബാഹുല് പയ്യന്നൂരായിരുന്നു. ആ സമയത്താണ് നമ്മളിങ്ങനെ കുറച്ച് ചർച്ചകളും തുടങ്ങിയത്. അപ്പോഴാണ് ബാഹുല് എഴുത്തിൻ്റെ കാര്യങ്ങൾ പറയും, നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഓൺലൈനിൽ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോഴാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു. ഞാൻ ചെന്നൈയിലും അവൻ അവിടെ ഇരുന്നിട്ട് ഡോക്കിൽ നമ്മൾ ഷെയർ ചെയ്യും ഓരോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് അങ്ങനെ ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഒരു ദിവസം ബാഹുല് വന്ന് ഞാനൊരു സബ്ജക്റ്റ് ഞാൻ വിത്തിൻ ഒരു 1 വീക്കിൽ ഇജോട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് ആ 1 വീക്കിൽ എഴുതിയ സാധനമാണ് കിഷ്കിന്ധാണ്ടം. അപ്പോൾ 8 ദിവസത്തിൽ എഴുതിയ, അതെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇല്ല പോയിട്ടില്ല. അത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ ഒരുവിധം ഒരു ഫൈനൽ ഡ്രാഫ്റ്റിൻ്റെ പോലത്തെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എഴുതിയ സാധനമായിരുന്നു. അതിനുശേഷം ഇതും ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ സബ്ജക്റ്റും അവൻ 15 ദിവസത്തിൽ എഴുതിയ സാധനമാണ്. അതെ, കക്ഷിയമ്മണിപ്പിള്ള സമയത്തായിരുന്നു ബാഹുലായിട്ട് എനിക്കൊരു DOPനെ വേണം, എൻ്റേതായിട്ടുള്ള തോട്ടെല്ലാം ഷെയർ ചെയ്യാൻ പറ്റും, ഒരു വേവിലേക്ക് എപ്പോഴും കണക്റ്റ് ആവണം, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ബാഹുല അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊന്ന് വിയാൻ വിഷ്ണു എന്ന് തോന്നുന്നു, നമ്മളൊരു ഡയറക്ടർ വിയാൻ വിഷ്ണു. അപ്പം മൂപ്പരാന്ന് തോന്നുന്നു അന്ന് എന്നോട് ഇങ്ങനെ ഈ ബാഹുലിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബാഹുലിനെ മീറ്റ് ചെയ്തത്. ലാസ്റ്റ് അങ്ങനെ കക്ഷിയമ്മണിപ്പിള്ള തൊട്ടുള്ള ബന്ധം അത് കിഷ്കിന്ധാണ്ടം നല്ല കൂടുതൽ ബന്ധമായിട്ട് പറയും, ഭയങ്കര സ്ട്രോങ് ആയി ഇതെവിടെ എക്കോലെത്തുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞത്, അപ്പൊ ഇതുപോലെ തന്നെ
ഇതുപോലെ തന്നെയാണോ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പോൾ 100%. എല്ലാവരും അല്ല ഇവൻ എനിക്ക് ഓർമ്മയുണ്ട് ചീഫ് അസോസിയേറ്റിന് ഞാൻ കിഷ്കിന്ത അല്ല കക്ഷി അമ്മിപ്പിള്ള തന്നെ ആ സമയത്ത് നമ്മളെ ഷാഫിക്കയില്ലേ നമ്മളിപ്പോഴത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫിക്കായിരുന്നു അതിൽ പ്രൊഡക്ഷൻ ഡിസൈൻ. അപ്പം ആ സമയത്ത് തന്നെ ഷാഫിക്ക് എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് ദിഞ്ചിത്തേട്ടൻ ഇതേപോലത്തെ ആളെയാണ് വേണ്ടതെന്നുള്ള പറഞ്ഞിട്ട് ആക്കി തന്ന അസോസിയേറ്റ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കിഷ്കിന്താഖണ്ഡം വന്ന സമയത്തും അല്ലെങ്കിൽ കിഷ്കിന്ത വന്ന സമയത്തും അതേപോലെ എക്കോ സമയത്തും സാഗർ എന്ന് പറഞ്ഞിട്ട് ചീഫ് അസോസിയേറ്റ്. അപ്പോൾ സാഗറുള്ള ഞങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ്. അങ്ങനെ വലിയ ഷൗട്ടൊന്നുമില്ല. നമ്മുടെ സെറ്റിൽ അങ്ങനെ വലിയ ഒരു ഒച്ചയോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാം. അപ്പോൾ ഒരേ ക്രിയേറ്റീവ് ലെവലിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു പടം നല്ല രീതിയിൽ അതിനൊരു 100% എന്ന് പറഞ്ഞാൽ എല്ലാവരും കണക്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പൊ വേറെ രീതി പലർക്കും പല തരത്തിലുള്ള ക്രിയേറ്റീവ് അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ നമ്മളത് പറയും. ആ പറഞ്ഞതിൽ അതിൽ ഒരു കാമ്പുണ്ട്. ഓക്കെ ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ പ്രശ്നമുണ്ട്, അപ്പോൾ ഓക്കെ എന്താണ് സൊല്യൂഷൻ, അങ്ങനെ സൊല്യൂഷൻ കാണാൻ എല്ലാവരെയും അഭിപ്രായങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ട് അതിൻ്റെ സൊല്യൂഷൻ കൊണ്ടുവരിക. അത് അല്ലാതെ ഇത് തന്നെ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് അതിനെ കൊണ്ടുവരുന്നത്. എല്ലാവരും ആ മ്യൂച്വൽ റെസ്പെക്ട് ഓക്കെ. എല്ലാ ഇപ്പൊ AD ആയാലും അവരോടെല്ലാം നമ്മൾ സജഷൻ ചോദിക്കും. ഇപ്പൊ പേരിൽ പോലും നമ്മൾ സജഷൻ ചോദിക്കും. കിഷ്കിന്താഖണ്ഡത്തിന്റെ പേര് ആക്ച്വലി ഒരു അസോസിയേറ്റ് പറഞ്ഞ പേരാണ്. കിഷ്കിന്ത എന്ന് പറഞ്ഞിട്ട് രാമായണത്തിൽ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ആ പ്ലേസിനെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ കിഷ്കിന്താഖണ്ഡം. അങ്ങനെയാണ് കിഷ്കിന്താഖണ്ഡം വന്നത്. അതേപോലെ തന്നെ എക്കോയിലായാലും പല ആൾക്കാരും പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേരിൽ ഓക്കെ നമ്മളിങ്ങനെ ഇട്ട് ഒരു പേര് ഞാൻ എന്തോ ഒരു എഴുതിയതിൽ കണ്ടപ്പോൾ അത് ഞാൻ സജസ്റ്റ് ചെയ്തപ്പോൾ അതിനുശേഷം നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യുന്നില്ല എക്കോ എന്നുള്ളത്. നമ്മൾ ടീംസിനോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും സാറ്റിസ്ഫൈ. അപ്പോൾ എല്ലാവരും ഓരോരോ ഇപ്പോൾ എൻ്റെ അസോസിയേറ്റ് ബി അല്ലെങ്കിൽ ജോബിൻ എന്നെല്ലാം പറഞ്ഞ നല്ല ഭയങ്കര സെൻസുള്ള ടീമാണ്. കാരണം ഇനി അടുത്ത കാലത്ത് തന്നെ പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അത്രക്കും ടാലൻറ്റഡ് അസോസിയേറ്റ്. അപ്പോൾ സാഗറേട്ടനായാലും അവരെല്ലാം കൂടെ നമ്മൾ ചോദിക്കും ഓക്കെ ഇതെങ്ങനെയുണ്ട് പേര്. അവരെല്ലാം ഓക്കെ ഒരു തമ്പിട്ട് കഴിഞ്ഞാൽ ഓക്കെ ശരി ഇത് കൂടുതൽ ആൾക്കാർക്ക് ഇതാണ് വോട്ട്. ഇങ്ങനെ ഭയങ്കര അതാണ് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ള ഒരു സാധനമുണ്ട്. അത് എനിക്കൊന്ന് ആ റെസ്പെക്ട് കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ സ്വഭാവമായിട്ട് ഭയങ്കരമായിട്ട് കൂടുതൽ വേവ് ലെങ്ത്തുള്ള ആൾക്കാരുമായിട്ടാണ് എനിക്കൊന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഭയങ്കര ഒരു സുഖമാണ് വർക്ക് ചെയ്യുക. ഒരു ടെൻഷനില്ല, വലിയ ഭയങ്കര റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്ത. ശരിക്കും പറഞ്ഞാൽ ചുരുക്കം ചില ഡയറക്ടേഴ്സ് മാത്രമാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. വളരെ ചുരുക്കം. അപ്പൊ ഇത് ചോദിക്കാണ്ട് തന്നെ പല ഇന്റർവ്യൂസിനും പറയുന്നത് അതെന്തുകൊണ്ടാണ് അവർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളത്? കൊടുക്കണ്ടേ, 100% കൊടുക്കണ്ടേ. അവർ എല്ലാവരും ഞാൻ പറയുന്നത് നമ്മുടെ പടത്തിലെ എല്ലാ ടീമും മീൻസ് എല്ലാ ക്രൂവും ടെക്നീഷ്യൻസ് ആയാലും ലൈറ്റ് ബോയ്സ് ഫ്രം ദ ബിഗിനിങ് മീൻസ് സ്ക്രാച്ചിൽ നിന്ന് എടുത്താലും ലൈറ്റ് ബോയ്സ് മുതൽ എല്ലാവർക്കും ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അത്രയും അവർ ഒരാളുടെ ഒരു ചെറിയൊരു എറർ മതി ടോട്ടലി പടത്തിൻ്റെ ഡിലേ ആകാനും നമ്മളെ ടോട്ടൽ പടത്തിന് പ്രശ്നങ്ങളാകാനും. അപ്പോൾ അതുമല്ല ഇങ്ങനത്തെ ഒരു നമ്മുടെ പടം ഷൂട്ട് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക അത്രക്കും മഴയും കാറ്റും ഇങ്ങനത്തെയുള്ള ഒരു പ്രകൃതിനെ കൊണ്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് എഫക്റ്റ് ചെയ്ത സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഷൂട്ടിൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ജാഗ്രതയോടെ നിന്നിട്ടില്ലെങ്കിൽ പണിയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ആ അപ്രീസിയേഷൻ കൊണ്ട് എന്തുണ്ടാകുന്ന പറഞ്ഞാൽ അവർ ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അവരുടെ സ്വന്തം പടം എന്നുള്ള രീതിയിൽ അവർ വർക്ക് ചെയ്യും. അപ്പോൾ അത് ഞാൻ കക്ഷി അമ്മിണിപ്പിള്ള മുതൽ എനിക്ക് ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞാൽ കക്ഷി അമ്മിണിപ്പിള്ളയിൽ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കില്ല, ഇപ്പോഴും കക്ഷി അമ്മിണിപ്പിള്ളയുടെ ഗ്രൂപ്പുണ്ട്. ഇപ്പോഴും സജീവമായിട്ട് ഗ്രൂപ്പുണ്ട്. നമ്മളെന്തെങ്കിലും വന്നാൽ അവർ അപ്പം തന്നെ അതിൽ ഞാനൊന്നും കൂടുതലൊന്നും ഇടാറില്ല. പക്ഷേ എന്നാൽ കൂടെ അവരെന്തെങ്കിലും അവരുടെ ഹാപ്പിനെസ് വരുമ്പോൾ അവരിടും. ചില കട ഞങ്ങളും ഇടും, ഞങ്ങൾ പോസ്റ്ററെല്ലാം വരുമ്പോൾ അങ്ങോട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന ടീമുണ്ട്, മനസ്സിലായില്ലേ. കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞാൽ അതിൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രക്കും കൂടുതൽ ആൾക്കാരായിരുന്നു, ടോട്ടൽ ക്രൂ ആയാലും. അപ്പോൾ അങ്ങനെയുള്ള എന്നോട് പല ആൾക്കാർ പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സാണ് ഇതിൻ്റെ എല്ലാം ഒരു നമ്മൾ ആ രീതിയിൽ
ഹാൻഡ്ലിങ്ങും അറിയില്ല. അത് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു റിസൾട്ടാണ് ഇതിൻ്റെ ഒരു സോള്. സിനിമയിൽ കുര്യാച്ചൻ എന്ന് പറഞ്ഞ ഒരു മെയിൻ ക്യാരക്ടർ അത് പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ബോളിവുഡ് ആക്ടറാണ് സൗരഭ് സച്ദേവ എന്ന് പറയുന്ന ആക്ടർ. ആളെങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്? സിനിമ കണ്ട ഒരാളെന്ന നിലയിൽ അതിന്റെ ഒരു ഫ്രഷ്നെസ് എല്ലാം ഞങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആളെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? അതന്നെ അതന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കുര്യച്ചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടർ അതിലുള്ള. അപ്പോൾ ആ പവർഫുൾനെസ് നമുക്ക് കാണിക്കേണ്ടെങ്കിൽ ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഇപ്പോൾ ഉള്ള നമ്മൾ റീജിയണൽ ലാംഗ്വേജുള്ള ആൾക്കാരെല്ലാം നമ്മൾ നോട്ട് ഡൗൺ ചെയ്താൽ കൂടെ നമുക്ക് ഏതെങ്കിലും ഒരാളെ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അയ്യോ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആരെങ്കിലും കാണുന്നതിന് നമ്മളിങ്ങനെ കുര്യച്ചനെ ബിൽഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ റീജിയണൽ ലാംഗ്വേജിൽ ആരെങ്കിലും ആണെങ്കിൽ ആ ബിൽഡിങ് എന്താ പറയുക ഓൾറെഡി നമുക്ക് അവരുടെ പല പെർഫോമൻസ് നമ്മൾ മനസ്സിലുണ്ടാവും. അപ്പോൾ അവിടെ ഒരു അടി കിട്ടും. അപ്പോൾ അവർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജ്മെൻറ്റിലാണ് അവരെ കാണുക. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും പുതിയൊരാൾ അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള ഫെമിലിയറാണ് സൗരഭ് എന്ന് പറഞ്ഞാൽ ഫെമിലിയർ ആയിട്ടുള്ള ആളാണ്, എന്നാലും പക്ഷെ കൂടുതലായിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് അയാൾ ആനിമൽ എന്ന് പറഞ്ഞ പടത്തിലൂടെയാണ് കുറച്ചും കൂടി മലയാളീസിന് കുറച്ചെങ്കിലും പേര് അറിയാൻ തുടങ്ങിയത്. ജാനേ ജാൻ എന്നെല്ലാം പറഞ്ഞ പടത്തിൽ അഭിനയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് ലൈക്ക് രഘുവരനെ പോലെ അല്ലെ, രഘുവരൻ നമ്മൾ പണ്ടത്തെ മലയാളം പടത്തിൽ രഘുവരൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല, അയാളുടെ സ്വാഗ്, അയാൾ ഒരു ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ അത് അങ്ങനെ ഒരാളെ പ്ലേസ് ചെയ്താലേ അവിടെ വർക്കൗട്ട് ആവുള്ളൂ എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ഹിന്ദി ആദ്യം തമിഴിലെല്ലാം നോക്കി, പക്ഷേ തമിഴും ഇതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ഫെമിലിയറാണ്. അപ്പം നോക്കുമ്പോൾ ഹിന്ദിയിൽ ആര് എന്നുള്ള കുറച്ചും നെയിംസ് സോർട്ട് ഔട്ട് ചെയ്യല്. അപ്പോൾ പിന്നെ നമുക്ക് ഈ രണ്ട് കാലഘട്ടത്തിൽ പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഈ രണ്ട് കാലഘട്ടവും കറക്റ്റായിട്ട് മാച്ച് ആവുകയും ചെയ്യണം. അപ്പോൾ അയാളുടെ ഏജ് ഭയങ്കര ഏജുള്ള ഒരാളെ ചെറുപ്പമാക്കാനും കഷ്ടമാണ്. അപ്പോൾ അയാളൊരു ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 45-50 ഇതിലാണ് റേഞ്ചിലുള്ളത്. അപ്പോൾ അയാളെ ഒരു ഏജ്ഡ് ക്യാരക്ടർ ആക്കാനും നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ കറക്റ്റായിട്ട് അയാളുടെ പുള്ളി ഓൾറെഡി ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ, അതെ, ആക്ടിംഗ് ട്രെയിനർ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ക്യാരക്ടർ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. അതെ അത് വലിയൊരു അതാണ് ഞാൻ പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആൾക്കാരെല്ലാം നമുക്ക് അവരെടുക്കുന്ന നമുക്ക് 100% കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോൾ വേറൊരു ആർട്ടിസ്റ്റിനെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചില സമയം നമുക്ക് ഈ ലാംഗ്വേജ് ഡബ്ബ് വരുമ്പോൾ ഭയങ്കര ബാരിയർ ആവും. എന്ന് പറഞ്ഞാൽ അവരുടെ ലിപ്സിങ് പ്രോപ്പറായിട്ട് വർക്കാവില്ല. പക്ഷേ ഇത് ആക്ടിങ് ട്രെയിനർ ആയതുകൊണ്ട് പലയിടങ്ങളും അയാളൊരു ട്രിക്സ് എല്ലാം അയാളുടേതായിട്ടുള്ളൊരു സംഭവം അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് അയാളുടെ ഒരു ടാലന്റ് തന്നെയാണ് അത്. ആക്ച്വലി ഇപ്പോൾ ഫ്രഷ്നെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മ്ലാത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പ്രായമായിട്ടുള്ള ക്യാരക്ടർ ചെയ്ത ആളുടെ ആ പെർഫോമൻസ് അത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാ കാസ്റ്റും അടിപൊളിയായിരുന്നു. മ്ലാത്തിയുടെ ഇപ്പോൾ കുര്യച്ചനെ പോലെ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്? അതെ, ബിയോനോ മോമിനെ ആക്ച്വലി എനിക്ക് ഞങ്ങൾ ഇങ്ങനത്തെ ഇതേപോലെ തന്നെ ഈ നമ്മുടെ സൗരഭിനെ പോലെ തന്നെയുള്ള മെയിൻ ക്യാരക്ടർ കുര്യച്ചനെ പോലെ മെയിൻ ക്യാരക്ടറാണ് ബിയാനോ മോമിൻ. അപ്പോൾ അതും വേറെ അതർ ലാംഗ്വേജ് ഒരു കാസ്റ്റിംഗ് ആണ്, മലേഷ്യൻ കാസ്റ്റിംഗ് വേണം എന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പോൾ മലേഷ്യൻ കാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഭയങ്കര കൂടുതൽ ബാരിയറായി മാറും. എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് അറിയില്ല. അപ്പം നമ്മൾ പല ആൾക്കാർക്കും ഇംഗ്ലീഷും വശമില്ലാത്ത ഇതുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ മലയാളത്തിലേക്ക് കുറച്ചും കൂടിയും ഒരു ഇന്ത്യയിലുള്ള തന്നെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടിയും ലാംഗ്വേജ് കുറച്ച് പഠിക്കാനുള്ള എളുപ്പം എന്നുള്ള രീതിയിലാണ് നമ്മൾ മേഘാലയല്ല നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ആർട്ടിസ്റ്റിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും അവരെ ഫേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസ് ഫേസുള്ള ഒരു ആർട്ടിസ്റ്റിന് വേണം എന്നുള്ളൊരു. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ക്രിസ്റ്റോ ടോമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ, ഉള്ളൊഴുക്കിൻ്റെ ഡയറക്ടറാണ്. എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ അയാളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ തന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാനിത് തീരുമാനിച്ചായിരുന്നു, ഇത് നമ്മുടെ മ്ലാത്തിച്ചേർത്തിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു അവരുടെ ലുക്കെല്ലാം ഇല്ലേ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. ആ ഇൻറ്റൻസ് കണ്ടപ്പോൾ തന്നെ ഞാനിത് തീരുമാനിച്ച് നോക്കി ഇത് നമ്മളെ മ്ലാത്തിയാണ്. ഇത് ബാഹുലിനെ കാണിച്ചാൽ ബാഹുൽ അപ്പം തന്നെ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ
ആ അതെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പക്ഷേങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ ഓഡീഷനായിട്ട് പോന്നു. അവിടെ നമ്മളെ അറിയുന്ന പ്രൊഡ്യൂസർക്ക് അറിയുന്ന കുറച്ച് ഒരു ഒരു കേണൽ ഉണ്ടായിരുന്നു. കേണലിൻ്റെ സഹായത്തോടെ നമ്മൾ കുറേ ആൾക്കാരുടെ ഓഡീഷൻ വെച്ചു. പക്ഷേ ഓഡീഷൻ വെക്കുന്നതെല്ലാം എന്താ പ്രശ്നം, അവിടെ ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ല പല ആൾക്കാർക്ക്. ഇവിടെ നാഗാലാൻഡ് പീപ്പിളിന് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ വേറെയുള്ള നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലൊന്നും ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അവരുടെ റീജിയണൽ ലാംഗ്വേജ്, അവരുടെ ട്രൈബൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓഡീഷൻ എടുത്തൊന്നും വർക്കൗട്ടായില്ല. ലാസ്റ്റ് നമ്മൾ ഇവരിലേക്ക് വന്നു. ഇവരെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇവർ വന്നത്. അപ്പോൾ വന്ന് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തു. ഇവർ ആക്ച്വലി ടോട്ടലി ഫ്രഷാണ്. ഇതുവരെയായിട്ട് ആകെ ആ ഷോർട്ട് ഫിലിമിൽ എന്തോ കാരണം കൊണ്ട് അഭിനയിച്ചതാണ്. ബാക്കി ഇവർക്ക് വേറെ ഒന്നും അറിയില്ല. ഇവരൊരു ടീച്ചറാണ്. ടീച്ചർ, ഹെഡ് മിസ്ട്രസ് ഇതെല്ലാം ആയിട്ട് ഒരു 2 സ്കൂളെല്ലാം ഉണ്ട്. അങ്ങനെ അവർ ബിസിനസ് എല്ലാം ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരെ ചെറിയ സംഭവം ചെയ്തു. 2-3 ലുക്കും ഇതെല്ലാം കൊടുത്തപ്പം തന്നെ നമുക്ക് ഭയങ്കര അങ്ങ് കോൺഫിഡൻ്റ് ആയി. നമുക്ക് അപ്പോൾ അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റിലാണ് നമ്മൾ ഇതിൽ ക്യാരക്ടർ ചെയ്യുന്നത്. ചെറിയ ചെറിയ എക്സ്പ്രഷൻസും കാര്യങ്ങളാണ്. അപ്പോൾ ആ കണ്ണിൽ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു. കണ്ണാണ് അത് ഭയങ്കരമായിട്ട് നമ്മൾ അതെ പീക്കായുള്ള പല. അപ്പം തന്നെ നമ്മൾ ഓക്കെ ബാക്കിയുള്ളതിൽ നമ്മൾ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് എല്ലാ രീതിയിലും അവർ നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന് ട്രെയിൻ ചെയ്യിച്ച നമ്മുടെ അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ്സാണ്, അഞ്ജലി സദാശിവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കുറച്ച് 1 മാസം ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതോടുകൂടി ദേവദൂതൻ എന്ന സിനിമയിലൊക്കെ ഈ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തപ്പോൾ വിനീത് കുമാർ എന്ന് പറഞ്ഞ ആക്ടർ പറയുന്നുണ്ടായി, പട്ടികളെ വെച്ചെടുത്ത സീനിലൊക്കെ പുള്ളിക്ക് പട്ടിയുടെ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. 4 പട്ടീനെ വെച്ച് എടുത്തിട്ടുള്ള സീനാണ്. പക്ഷെ ഇതിനാണെങ്കിൽ ഒരുപാട് പട്ടികളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? കടി അങ്ങനെ കിട്ടിയിട്ടില്ല. സന്ദീപിനൊരു ചെറിയൊരു പോറലിങ്ങനെ പട്ടിയുടെ, അതോടുകൂടി അവൻ ടെൻഷനായി ഇഞ്ചക്ഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കടിക്കുക അങ്ങനെ എന്താ പറയുക, എല്ലാ നായ്ക്കളും ഭയങ്കര നമ്മളുമായിട്ട് ഒരു ഒരു വേവ് ലെങ്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. എന്നെ എല്ലാം അങ്ങനെ ഭയങ്കര അഗ്രസീവ്നെസ് ഒന്ന്. ഞാൻ ഭയങ്കര പെറ്റ് ലവറാണ്. എനിക്ക് നായ്ക്കളുടെ അടുത്തെല്ലാം നായ്ക്കൾ എൻ്റെ അടുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല, അതെല്ലാം പണ്ടേതോ നായായിട്ട് ജീവിച്ചതാണെന്ന് തോന്നുന്നു. വന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വിളിച്ചാൽ തന്നെ അടുത്ത് വന്നിട്ട് അത് നമ്മളുമായിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഈവൻ എനിക്ക് പല ഇൻസിഡൻറ്റും ഉണ്ടായിരുന്നു. ഈ പടം തുടങ്ങിയ മുതൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നായ ഉണ്ടാവും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ പല ആൾക്കാർക്ക് ചേട്ടാ കണ്ടില്ലേ. അപ്പോൾ അതിനിങ്ങനെ നോട്ടീസ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നായ്ക്കളുണ്ടാവും. ഒരു നായെങ്കിലും അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്കറിയില്ല അതെങ്ങനെ കോയിൻസിഡൻസ്. അങ്ങനെയുള്ള കാര്യത്തിന് ഇപ്പം ചില കാര്യങ്ങളൊന്നും അറിയില്ല. മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. മനസ്സിൽ നമ്മൾ ഇങ്ങനെ പെരുമാറാണെങ്കിൽ അത് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല പഠിക്കാൻ. പക്ഷെ എന്തോ ഞാൻ പെറ്റ് ലവർ ആയതുകൊണ്ട് മീൻസ് എൻ്റെ വീട്ടിൽ കുറേ നായ്ക്കളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നായ, ലാസ്റ്റത്തെ നായ മരിച്ചു പോയി, രാജപാളയായിരുന്നു. നല്ല നായയാണ്. അപ്പോൾ അത് മരിച്ചതോടുകൂടി പിന്നെ വീട്ടിലെ ആൾക്കാർക്കെല്ലാം പേടി. എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു 1 മന്ത്, ഒരു 1 മന്തല്ല, ഒരു കൊല്ലത്തോളം എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹിയാണ്. ഈ നായ മാത്രമല്ല, ഇപ്പോൾ ഒരു എറുമ്പിനെ പോലും മൂപ്പര് എന്തെങ്കിലും ഒരു ചവിട്ടിപ്പൂറ്റ് എടുത്തിട്ട് അതിനെ ശുശ്രൂഷിച്ച് അതിനെ ജീവിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യാറുള്ള വ്യക്തിയാണ് എൻ്റെ അമ്മ. അപ്പോൾ ആ അമ്മയുടെ മോനായതുകൊണ്ട് ഞങ്ങൾ മക്കൾ എല്ലാം വീട്ടിൽ കുറേ ഗിനിപ്പന്നി, ഇങ്ങനെ ആമ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഒന്ന് ആ ഒരു എന്തോ ഒരു കണക്ഷൻ എവിടെയല്ലോ അനുഭവപ്പെട്ടിട്ടുണ്ട്. നായ്ക്കൾ ഭയങ്കര അടുപ്പാണ് നമ്മളുമായിട്ട്. ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഭയങ്കരമായിട്ട് പട്ടികളെ മെയിൻ ക്യാരക്ടറാക്കി അഭിനയിപ്പിച്ച ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേജുകളൊക്കെ ഇടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികളും അതിലൊരു ക്യാരക്ടറായിട്ട് തന്നെ പെരുമാറുന്നു. എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻസ് പട്ടികളുടെ ഒരു ക്യാരക്ടറിനുണ്ട്. അവർ ചില സീനുകളിൽ അവർ മുഖം തിരിച്ചടക്കുമ്പോൾ അതിനർത്ഥങ്ങൾ, പല അർത്ഥങ്ങൾ വരുന്നു. അതൊക്കെ ശരിക്കും സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് വന്ന് എഡിറ്റിങ് മാറിയതാണോ? അതന്നെ, പട്ടികളെ അഭിനയിക്കില്ലല്ലോ പട്ടികൾ. അപ്പോൾ റിയാക്ഷൻസ് നമ്മൾ അതിന് എന്തെല്ലാം ചെയ്യുന്നു അതിൻ്റെ റിയാക്ഷൻസാണ് നമ്മളിത് കാണുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ജിജേഷാണ് അതിൻ്റെ ട്രെയിനർ. ജിജേഷ് പല ടെക്നിക്സും ഉണ്ട്. ലൈക്ക് അതിനെ ദേഷ്യം പിടിപ്പിക്കുമ്പോഴാണ് ആ അഗ്രസീവ്നെസ് കാണിക്കുന്നത്. ആ അഗ്രസീവ്നെസ് നിങ്ങളിപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഓക്കെ പടത്തോട് ഒപ്പം നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നു. പക്ഷേ ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം, പട്ടികൾക്ക് പുരുകം
എക്സ്പ്രഷൻസ്, ഐബ്രോ എക്സ്പ്രഷൻസ് ഇല്ലല്ലോ. ഐബ്രോ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഇങ്ങനെ പോകുന്നു, പക്ഷേ അവർ സംസാരിക്കുമ്പോൾ മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. നമ്മൾ ഇപ്പോൾ നമ്മളെ കണ്ണിൻ്റെ എക്സ്പ്രഷൻസ് എന്തുകൊണ്ടാണ് ഇമോഷൻസ് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന പറഞ്ഞാൽ ഈ ഐബ്രോൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടല്ല. പക്ഷെ പട്ടികൾക്ക് അങ്ങനെയില്ല, ഉണ്ട് സെറ്റിലായിട്ട്, പക്ഷേ എങ്കിൽ അങ്ങനെ നമ്മൾ മനുഷ്യനെ പോലെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതും ഒരു കാരണവും. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മൗത്തിൻ്റെ അഗ്രഷൻ. അപ്പോൾ അത് കിട്ടുക എന്നുള്ളതായിരുന്നു ഒരു ചലഞ്ച്. എന്താണ്, ചില നായ്ക്കൾക്ക് അങ്ങനെ പെട്ടെന്ന് അത് ചെയ്യില്ല. അപ്പോൾ മെയിൻ ബ്രീഡ് ഡോഗ്സ് എല്ലാം വെൽ ട്രെയിൻഡ് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഇങ്ങനത്തെ നമ്മുടെ ഇപ്പോൾ ഇതിൽ പോർട്രേ ചെയ്യുന്ന നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നാടൻ നായ്ക്കളാണ്. അപ്പോൾ നാടൻ നായ്ക്കളെടുക്കുന്ന കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിരുന്നു. അത് ജയേഷ് നല്ല രീതിയിൽ അതിനെ ചാലഞ്ച് മീൻസ് ഭയങ്കര ടൈം കൺസ്ട്രെയിൻ ആയിരുന്നു. 1 മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യിപ്പിച്ച ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിൻ്റെ ഉള്ളിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോ നായ്ക്കൾക്കും ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 നായ്ക്കളെ നമ്മളെടുത്ത് ഈ 10 നായ്ക്കളിൽ 2 നായ്ക്കൾക്ക് ഒരേ ടാസ്ക് ആയിരിക്കും, 2 നായ്ക്കൾക്ക് ഒരേ ടാസ്ക് ആയിരിക്കും. ഇങ്ങനെ ടാസ്ക് ഒന്ന് ചെയ്തിട്ടില്ലേ മറ്റേത് ചെയ്യണം, മനസ്സിലായില്ലേ? അങ്ങനെ അത്രയും പട്ടികൾ. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തത് 40ഓളം പട്ടികളെ നമ്മൾ ഇവിടുന്ന് എൻ്റെ ഒരു AD പോയിട്ട് സെലക്ട് ചെയ്തു. ഈ 40 നായ്ക്കളിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എന്താ പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞ ഒരു 15ഓളം നായ്ക്കളെ വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഇതിന് ഒരു 1-1.5 വയസ്സിൽ ട്രെയിൻ ചെയ്യിപ്പിക്കും പറ്റും. ഇതിൻ്റെ അപ്പുറം പോയിട്ടുണ്ട് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ നായ്ക്കൾ അനുസരിക്കില്ല. അപ്പോൾ ജിജേഷ് പോയി അവിടെ നിന്ന് ഓരോ നോക്കി 1 വയസ്സുള്ള പട്ടികളെ എടുത്തു ട്രെയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഫിൽട്ടർ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ചും കൂടി അഡൽട്ട് ഇതായിട്ടുള്ള നായ്ക്കളായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം 1-1.5 വയസ്സുള്ള അതും വലിപ്പം തോന്നിക്കുകയും ചെയ്യണം. അത്ര 1 വയസ്സിൽ ചില ദിവസം വലിപ്പം തോന്നിക്കില്ല. അപ്പോൾ വലിപ്പം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. ചെറിയ കുട്ടികളെ മാതിരി ചെറിയ കുട്ടികളായിട്ട് ബിഹേവിയും ചെയ്യും. അപ്പോൾ ഇയാൾ കറക്റ്റ് നായ്ക്കളെ ഫുള്ള് അറിയുന്നത് കൊണ്ട് അതിനെ ഓക്കെ അങ്ങനെ ഒരു ഫിൽട്ടർ ചെയ്തിട്ടാണ് 9-10 നായ്ക്കളെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇപ്പോൾ വിദേശത്തുള്ള മലേഷ്യയിലെ ഉള്ള സീനുകളൊക്കെ നമ്മുടെ ഇതിലുണ്ട്, സിനിമയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി നമുക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വിഷ്വൽസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ കഥ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ബഡ്ജറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നോ? കണ്ടിരുന്ന വിഷ്വൽ? ഇല്ല കണ്ടിരുന്ന വിഷയം നമ്മൾ ടോട്ടലി മുന്നേയും കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കർണാടക കേരള ബോർഡറാണ് നമ്മുടെ കഥ പറയുന്ന സ്ഥലം. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നോർത്ത് കേരള ഏരിയ. അപ്പോൾ അത് നോർത്ത് കേരള ബാവല എഴുതിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ഭാഗത്തുണ്ടാകുന്ന ഈ ചെങ്കല്ലെല്ലാം വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ചെങ്കലും പുല്ല് അങ്ങനത്തെ ഉള്ള ഡ്രൈ ഏരിയയിട്ടുള്ള ഒരു ടെറൈനായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കിഷ്കിന്ധാകാണ്ഡത്തിൽ ഫുള്ള് പച്ചപ്പും മഴയും ഇതെല്ലാം കാണിച്ചിട്ട് ഇതിൽ ടോട്ടലി ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ ഒരു കഥ പറയുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ് ആസ് എ ക്രിയേറ്റർ എന്നുള്ള ഫ്രഷ്നെസ്, അത് ഭയങ്കര അങ്ങനെ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ കാണാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഫുള്ള് വെസ്റ്റേൺ ഗട്ട്സ് മുഴുവനും തപ്പി പല സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സ്ഥലങ്ങളിൽ ലോജിസ്റ്റിക്കലി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കി സെറ്റ് ഇടുന്നത് എന്തെങ്കിലും മീൻസ് കവല എന്നെല്ലാം പറയുന്ന സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എത്തിപ്പെട്ടതാണ് ഈ കാഞ്ഞാർ എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ. കാഞ്ഞാർ നമ്മൾ കൺഫേം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഭയങ്കര ഡിസ്റ്റൻസിലും സെറ്റ് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഒരു വിധം നമുക്ക് ഒരു കാരവനോ അല്ലെങ്കിൽ ആൾക്കാർ നിന്നിട്ട് അവിടെ നിന്ന് ജീപ്പിൽ പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവണമെന്നുണ്ട്. ഇല്ലാതെ ഒരു 2 മണിക്കൂറിൽ 1 മണിക്കൂറിൽ ആൾക്കാർ നടന്നിട്ട് ഒരു ലൊക്കേഷനിൽ പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടെത്തണം. അങ്ങനെയാണ് കാഞ്ഞാർ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഷൂട്ട് നമ്മൾ ലൊക്കേഷൻ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ ഇതെല്ലാം ഫിക്സ് ചെയ്യാന്നെല്ലാം പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് മഴ പെയ്തു. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ പ്ലേസ് അങ്ങ് പച്ചയായിട്ട് മാറി. ജസ്റ്റ് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ചെറിങ്ങനെ പച്ചപ്പ് കിളുത്ത് വന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. പിന്നെ നമ്മളെ ഒരു ടോട്ടൽ ആ വിഷ്വലെല്ലാം എൻ്റെ പാടെ അത് മാഞ്ഞു. എന്താ പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി ആ സമയത്ത്. എനിക്കും ബാഹുലായല്ലോ. എന്താ പറഞ്ഞാൽ ഓക്കെ ഇന്നെന്തായാലും കിട്ടാൻ പോകുന്നത്, ഓക്കെ ഇന്ന് കിട്ടുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് എടുക്കാമെന്ന്. പക്ഷെ പിന്നെ നോക്കും മഴേൻ്റെ ഹെവി മഴയും ഫോഗ് കാറ്റ് ഇതെല്ലാമാണ്.
നോക്കുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് അതിലൂടെ തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഡ് ലൈനും ഉണ്ട്, ഇത്ര ദിവസം കൂടി കഴിയണമെന്നുണ്ട്. ആ ഡെഡ് ലൈൻ കറക്റ്റായിരുന്നു ആക്ച്വലി 44-45 ഡേയ്സിൽ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഒന്ന് ബാഹുലി നല്ല ഫാസ്റ്റാണ് ക്യാമറ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതാണ് ഇപ്പോഴും പിന്നെയും അതാ പറയുന്നത്, നമ്മുടെ ക്രൂവിൻ്റെ ഒരു സപ്പോർട്ടാണ്. അത്രയും ക്രൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആർട്ടിസ്റ്റ് ആയാലും, ഈ ആർട്ടിസ്റ്റ് പോലും ഇപ്പോൾ എപ്പോഴും നോർമലി എങ്ങനെയാണോ നമ്മളൊരു സെറ്റിൽ വന്ന് ഒരു സംഭവം ഒരു സീനിൽ ഏതെങ്കിലും ഷോട്ട് എടുത്തതിന് ശേഷം അപ്പോൾ അവർ ക്യാരവനിൽ പോകും. ഒരു ക്യാരവനിൽ പോവില്ല, ഒരു ക്യാരവനിലൊന്നും പോകാതെ നമ്മളോട് തന്നെ ഇരുന്നിട്ട് ഓക്കെ. അതെ, അപ്പോൾ ജീപ്പിൽ അല്ല ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല, ചില സ്ഥലത്തും ക്യാരവൻ അടുത്തുണ്ട്. അപ്പോൾ അവർ എന്നിട്ട് പോവാതെ അവർ നമ്മളൊപ്പം തന്നെ ഇരുന്നിട്ട് ഓക്കെ എന്തായാലും ഇപ്പം മഴ ഇപ്പോൾ കുറച്ചല്ലേ പെയ്ത്, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിൽ പിന്നെയും ഞാൻ വരുമ്പോഴത്തേക്ക് പിന്നെ മഴ പെയ്താലോ, ഇങ്ങനെയല്ല അവരിങ്ങോട്ട് പറയുക. അപ്പോൾ ആ രീതിയിൽ അവരുടെ സപ്പോർട്ടില്ലേ, ആ സപ്പോർട്ട് ആണ് ഇതിൻ്റെ സ്ട്രോങ്നെസ്. എല്ലാ രീതിയിലും എല്ലാവരുടെയും നമ്മൾ ഈ പ്രോഡക്റ്റ് മീൻസ് നമ്മുടെ ഈ കോണ്ടന്റിനോടുള്ള ഇഷ്ടം. ഇപ്പോൾ സിനിമ കണ്ട ഒരാളെന്നുള്ള രീതിയിൽ ക്ലൈമാക്സിലെ ചില ഐറ്റംസ് വെച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇപ്പൊ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ അപ്പോൾ തന്നെ മനസ്സിലാവും വിചാരിച്ചിരുന്നു, അല്ലാണ്ട് പിന്നീട് അത് ചർച്ചകളിലൂടെ ആളുകൾ സംസാരിക്കുമെന്നാണ് വിചാരിച്ചത്? എന്താണ് ചില ഡീറ്റെയിലിംഗ് എല്ലാം നമ്മൾ ഷൂട്ടിൻ്റെ അടുത്ത ഘട്ടാവുന്ന സമയത്ത് കൊടുത്ത കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതെല്ലാം എന്തായാലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമെന്നുള്ള, കുറച്ചും കൂടി ബിലീവബിൾ ആക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ എവിടെയും കൊടുക്കാമെന്നുള്ള ഒരു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത സാധനങ്ങൾ അതെല്ലാം, അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, എന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് ഇനി കാണുന്ന ഒരു ഓഡിയൻസിന് അത് ഇതാവും. സിനിമയിൽ തന്നെ കുറെ സ്പൂൺ ഫീഡ് ചെയ്യാത്ത കുറെ പരിപാടികളുണ്ട്, ചിലതൊന്നും ആവശ്യത്തിന് മാത്രം കാണിച്ച് കറക്റ്റായിട്ട് അങ്ങനെ കുറെ സീൻസ് അതിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ സീൻസ് എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടല്ലേ? എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണിക്കാതെ പറയുമ്പോൾ അതൊരു ഇങ്ങനൊരു മിസ്റ്ററി ത്രില്ലറും കൂടി ആവുമ്പോൾ അതൊരു കണക്ഷൻ ഇഷ്യൂ ഉണ്ടാവോ എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ല, നമ്മൾ ചിന്തിക്കുന്നത്, ഞാനും ബാഹുലായാലും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാഹുൽ ഇതെനിക്ക് വായിക്കുന്നുണ്ട്, ഞാൻ അവരോട് അയ്യോ ഇതിങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആളുകൾക്ക് കണക്ട് ചെയ്യില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, ബാഹുലിനും തോന്നിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ അത് മാത്രമല്ല ഞങ്ങളെ എഡീസിനും തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം നമ്മളിത് ആവശ്യമില്ല, നമ്മൾ ഈ സ്പൂൺ ഫീഡ് ചെയ്യുമ്പോഴാണ് നമ്മളവിടെ ഒരു പരിമിതിയായിട്ട് വരികയാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവരവിടെ ലോക്കാണ്. ആ ലോക്കിലേക്ക് പോവാതെ അവരിലേക്ക് വിട്ടുകൊടുക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഒരു സ്റ്റോറി വരും, അല്ലെങ്കിൽ അതിനൊരു എൻഡ് വരാം. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ശരിക്കും അത് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ ഇടുമ്പോൾ ആസ് എ ഡയറക്ടർ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേ, ഇവര് അവിടെ ഒക്കെ തങ്ങിപ്പോവോ? ഇല്ല, ഭയങ്കര അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മളത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും തോന്നുന്നത് അറിയാം, ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് അത്യാവശ്യമായിരുന്നു. ക്ലൈമാക്സിൽ ഒരു ഏരിയ, ഞാൻ അതിൻ്റെ പർട്ടിക്കുലർ പറയാൻ പറ്റില്ല, അത് ഏരിയ കാണിക്കുന്നത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് സ്പൂൺ ഫീഡാണ്, പക്ഷേ നമുക്കത് അത്യാവശ്യമാണ്. അതും കൂടിയും കൊടുത്തിട്ടില്ലേ ചില ദിവസം പ്രേക്ഷകന് അത് ഭയങ്കര ഒരു വല്ലാതെ ഒരു ടെൻഷൻ അനുഭവപ്പെടും എന്നുള്ള ഫീൽ ചെയ്തുകൊണ്ടാണ് അത് കാണിച്ചത്. അതിൻ്റെയും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് പോവായിരുന്നു, അത് പക്കാ സ്പൂൺ ഫീഡാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോയിട്ടില്ല, പക്ഷേ ഇൻബിറ്റ്വീനിൽ നിന്നു. പക്ഷേ എന്തുകൊണ്ട് ഇൻബിറ്റ്വീനിൽ നിന്നു പറഞ്ഞാൽ അത് അവിടെ അത്യാവശ്യമാണെന്നുള്ള തോന്നൽ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളും നമുക്ക് ആവശ്യമില്ലാതെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരാളുടെ ഹിസ്റ്ററി, നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് പ്ലോട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ മതി എന്നുള്ളതാണ് നമ്മുടെ തോട്ട്. അത് സാർ എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്? ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു സിനിമ? ഇല്ല, അങ്ങനെയൊന്നും. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആനിമേഷൻ ഫൈൻ ആർട്സ് കോളേജ്, ഞാൻ വരയ്ക്കുന്ന ആളാണ്, പെയിൻറ്ററാണ്. പിന്നെ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചത് ചെന്നൈയിൽ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതിന് റിലേറ്റ് ചെയ്ത് നമുക്ക് റിലേറ്റ് ചെയ്ത ജോലി ഉണ്ടെന്ന് ആനിമേഷനിൽ ഇറങ്ങി. അന്ന് ആരും കൂടുതൽ ഗൈഡൻസിന് ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്നുള്ള പറയാനില്ല. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഓക്കെ ഞാൻ ഈ രീതിയിലാണെങ്കിൽ ഇതിന് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് പലതിനും പോകാം. ഇപ്പോൾ ആർട്ടാണെങ്കിൽ ആർട്ടിൽ തന്നെ എന്തോരം കാര്യങ്ങളുണ്ട് അങ്ങനെ പോകാൻ. പക്ഷെ അന്ന് അങ്ങനെയില്ല. അന്ന് ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഒക്കെ ആനിമേഷൻ നല്ലതാണ്, അഡ്വർടൈസിങ് നല്ലതാണെന്ന് പറഞ്ഞു. അഡ്വർടൈസിങ്ങിൽ കയറിയപ്പോൾ ഒരാൾ പറഞ്ഞു അഡ്വർടൈസിങ് നീ ഇവിടെ ഇരുന്നിട്ടുള്ള ആൾക്കാരല്ല, നീ ആനിമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിലിപ്പോൾ 2D ആനിമേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് സംഭവമുണ്ട്. 2D ആനിമേഷൻ അല്ലെങ്കിൽ 3D ആനിമേഷൻ. 3D ആനിമേഷൻ ഇപ്പോൾ ആൾക്കാരിങ്ങനെ ബൂം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കമ്പ്യൂട്ടറിലും ആനിമേഷൻ തുടങ്ങിയത്. അപ്പോൾ പെൻഡമീഡിയ എന്നെല്ലാം പറഞ്ഞിട്ട് അറിയില്ല, അന്നൊരു സമയത്ത് വലിയ കമ്പനിയായിരുന്നു. അങ്ങനെ ആനിമേഷൻ ഫീൽഡ് വന്നു. ആനിമേഷൻ ഫീൽഡിലുള്ള സമയത്ത് ഞാൻ ഒരു 9-10 വർഷം ആനിമേഷൻ ഫീൽഡായിരുന്നു. ആനിമേഷൻ എന്നിട്ട് കൃഷ്ണ, ലിറ്റിൽ കൃഷ്ണ എന്നെല്ലാം പറഞ്ഞിട്ട് നിക്ലോഡിയുള്ള ലിറ്റിൽ കൃഷ്ണ കുറേ റിലയൻസിൻ്റെ ഒരു ആനിമേഷൻ ഇതായിരുന്നു, സീരീസായിരുന്നു. ഭയങ്കര ഹിറ്റായ സാധനം. അതിലെല്ലാം ഞാനായിരുന്നു സൂപ്പർവൈസർ 4 എപ്പിസോഡിലാണ്. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുക്ക് ഹാൻഡി ക്യാം ഉണ്ട്. അപ്പോൾ ഈ ഹാൻഡി ക്യാമിനെ കൊണ്ട് നമുക്കറിയില്ലല്ലോ, ഇത് നമുക്ക് ഫിലിമിൽ പോകണമെന്നോ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ ഞാനിങ്ങനെ വെറുതെ ഹാൻഡി ക്യാം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അന്നത്തെ സമയത്ത് ഒക്കെ ഇങ്ങനെ ചെയ്യണം. പക്ഷേ എപ്പോഴാണ് ഞാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ചെയ്തു പൂനെയിലുള്ള സമയത്ത്. പൂനെയിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്, ഡയറക്ഷൻ കോഴ്സ്. ആ ക്രാഷ് കോഴ്സിൽ എനിക്ക് ഞാൻ ചെറിയ അവിടുത്തെ ഒരു നമ്മളെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചെറിയ ഷോർട്ട് ഫിലിംസ് ഉണ്ടാവും. ആ ഷോർട്ട് ഫിലിം ചെറുത് ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് അനുസരണം ചെയ്യുന്ന സാധനങ്ങൾ, അത് ഭയങ്കര ഹിറ്റായി അവിടെ ആ ഒരു ഗ്രൂപ്പിൽ. അപ്പോഴാണ് നമ്മളെ ഉള്ളിൽ മനസ്സിലാക്കി നോക്കി എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവില്ലേ. അന്നാണ് എനിക്ക് തോന്നുന്നു, അന്നാണ് ഞാൻ മനസ്സിലാക്കി നോക്കി ഇങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഈ ഭയങ്കര മോട്ടിവേഷണൽ ബുക്സ് എല്ലാം വായിച്ചിട്ട് ഭയങ്കര അങ്ങ് എനർജിയില്ല. അപ്പോൾ വലിയൊരു ജോലിയായിരുന്നു അന്ന് ആ ജോലി വിട്ടു. ജോലി വിട്ടതോടുകൂടി പക്ഷേ എല്ലാം സപ്പോർട്ട്, എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 9 വർഷം കഴിഞ്ഞിട്ടാണ് കക്ഷി അമ്മിണിപ്പിള്ള ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ ഓക്കെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തു, ഓക്കെ എന്തായാലും ഡയറക്ടർ ആവണമെന്നല്ല. ആ ഒരു ജോലി വിടുന്നതോടുകൂടി പിന്നെ ഞാൻ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്നിട്ട് ഫുള്ള് ഇവിടെ ഒരു ചെറിയൊരു കമ്പനി ജോയിൻ ചെയ്തു, ചെറിയ പൈസക്കെല്ലാം വേണ്ടിയിട്ട്. ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ പരിചയപ്പെട്ടു. ആ സമയത്ത് VFX എല്ലാം ചെയ്യുന്ന കമ്പനിയായിരുന്നു. VFX ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഡയറക്ടറും പ്രൊഡ്യൂസറെല്ലാം വരും. അങ്ങനെ പരിചയപ്പെട്ട കുറേ ഷൈൻ ചേട്ടനായിരുന്നു എനിക്ക് കുറേ ഗൈഡൻസ് എല്ലാം തന്നെയാണ്. അപ്പോൾ ഷൈൻ ചേട്ടൻ അങ്ങനെ മിഥുൻ മേലെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്. അവരുള്ള ട്രോജിൻ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ. അപ്പോൾ ആ രീതിയിൽ അവരുടെ എല്ലാം ഫ്രണ്ട്ഷിപ്പെല്ലാം കൊണ്ട് പിന്നെ ഷൈൻ ചേട്ടൻ എന്നാൽ എനിക്ക് ആദ്യമായിട്ട് ആസിഫിലേക്ക് ദുൽഖറിലേക്ക് കണക്ട് ചെയ്തു. ദുൽഖറിനൊരു സബ്ജക്റ്റ് പറഞ്ഞു, അത് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അസിസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവർക്കൊന്നും ഒന്നും ധൈര്യമില്ലായിരുന്നു, ഇവരെന്താ ചെയ്യാന്നുള്ള. ഞാൻ അസിസ്റ്റ് AD ഒന്നും ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സബ്ജക്റ്റ് പിന്നെ നടന്നിട്ടില്ല. അത് ആസിഫിൻ്റെ അടുക്ക് പറഞ്ഞു. ആസിഫ് അത് എല്ലാ ആക്ടേഴ്സിനും അന്നുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുക്ക് ഒരു ആനിമേഷൻ്റെ ഒരു ഷോർട്ട് ഫിലിമേ ഉണ്ടായിരുന്നുള്ളൂ പ്രോപ്പറായിട്ട് ഒരു. അപ്പോൾ അത് മാത്രമേ എനിക്ക് കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാണിച്ചു കൊടുത്താൽ ഇവർക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ ഇവനെന്ത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ ഫിലിം, റിയൽ ആക്ഷൻ ഒരു ഇതിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഡിലേ അങ്ങനെയെല്ലാം വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി ഓക്കെ അന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒരിക്കലും ആസിഫ് അടുത്ത ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് തോന്നി. എന്ന് പറഞ്ഞാൽ അതൊരു ഫുട്ബോൾ സബ്ജക്റ്റായിരുന്നു. പക്ഷേ ആസിഫിന് അന്ന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാനും സൻലേഷും എഴുതിയ സാധനമായിരുന്നു. സൻലേഷാണ് എഴുതി, ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എഴുതി, എൻ്റെ ഒരു തോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെയാണ് ഒരു ജസ്റ്റ് വേറൊരു തോട്ട് എൻ്റെ ഫാമിലിയിൽ റിലേറ്റീവ് എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ലൈഫിൽ വന്ന ഒരു ചെറിയൊരു കണ്ടൻറ്റാണ് കക്ഷി അമ്മിണിപ്പിള്ള. കക്ഷി അമ്മിണിപ്പിള്ള അന്ന് ആസിഫിനോട് പറയുന്നു, ആസിഫിന് ഇഷ്ടമാവുന്നു. അപ്പോൾ ആസിഫ് പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞാൽ എടാ നമുക്ക് ഇത് ചെറിയ സബ്ജക്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളോടുള്ള വിശ്വാസമുണ്ട്, പക്ഷേ എന്തോ ഒരു പേടി കൊണ്ടാണ്. മറ്റേത് വലിയൊരു പടമായിരുന്നു, ലൈക്ക് കുറേ CG എല്ലാം ചെയ്യാനും. അങ്ങനെയാണ് കക്ഷി അമ്മിണിപ്പിള്ള ഉണ്ടായത്. അപ്പോൾ ഒരു വലിയൊരു ജേണി ആയിരുന്നു. പക്ഷേ എന്തോ ഒരു നമുക്കെന്തോ ഭാഗ്യമുണ്ട്. അന്ന് ഞാൻ കണ്ട വിഷൻ ഇപ്പോൾ നമുക്ക് നല്ലൊരു ഡയറക്ടറാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ കക്ഷി അമ്മിണിയുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ഇപ്പോൾ ഈ രണ്ടെണ്ണം കിഷ്കിന്താണ്ടായാലും എക്കോ ആയാലും ഒരു മിസ്റ്ററി ത്രില്ലർ ടൈപ്പ് സിനിമയാണ്. ഇനി ഏതെങ്കിലും ജോണർ? എനിക്ക് എല്ലാ ജോണറും ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ പർട്ടിക്കുലർ അങ്ങനെയല്ല, സാറിന് ചെയ്യാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജോണർ?
അതിന് എനിക്ക് എല്ലാ ജോണറും ഇഷ്ടമാണ്. ഞാനത് പക്ഷേ എനിക്ക് ജോണർ ഏത് കണ്ടൻ്റ് ആയാലും എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആക്കുന്ന മീൻസ് എന്നെ ഭയങ്കര നമ്മൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഉള്ളിലിങ്ങനെ കയറിയിട്ട് നമ്മൾ തന്നെ ആഗ്രഹിക്കണം, അയ്യോ ഇതെന്തായാലും നമ്മൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരണം. ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കോംപ്രമൈസ് ആയിരിക്കും, അതിൻ്റെ എവിടെയെങ്കിലും സ്റ്റോറി ഓക്കെ ആയിരിക്കും, പക്ഷേ അതിൽ എന്തെങ്കിലും സംതിങ് അൺബാലൻസ് ഉള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും വായിച്ചു കഴിഞ്ഞാൽ. നമുക്ക് ഇപ്പം തന്നെ റീസെൻ്റ്ലി ഒരു നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര അൺബാലൻസ് ആയിട്ടുള്ള, അതിന് എത്ര കൊണ്ടായാലും അത് സുഖം ഉണ്ടാവില്ല എന്നുള്ള മനസ്സിലാക്കിയ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ. പക്ഷേ ഫസ്റ്റ് തന്നെ വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ബാബുവിൻ്റെ പല സാധനങ്ങളും ഞാൻ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടും കയറും, ഇതെന്തായാലും ചെയ്യണം എന്നുള്ളത്. അത് എനിക്കറിയാം ഇതെന്തായാലും ഒരു ആൾക്കാരെ നമ്മളെ ഓഡിയൻസ് അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അറിയില്ല, ഞാനും ഭയങ്കര നോർമൽ ഓഡിയൻ ആയിട്ട് ഞാൻ പലപ്പോഴും കഥ കേൾക്കാറ്. അപ്പോൾ ഇപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാറുള്ളതാണ് സാർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും ഒരു കഥ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അടുത്തത് ചെയ്യാൻ വേണ്ടി, അത് എങ്ങനെയാണ് നമുക്ക്? അല്ല, അത് സ്ക്രിപ്റ്റിങ്ങിനെ പോകുന്നുണ്ട്. അത് അറിയില്ല എപ്പോഴാവുമെന്ന്. ഇതെല്ലാം ഭയങ്കര ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന, നമ്മൾ ഈ ഡയറക്ഷൻ ഫിലിം ഫീൽഡ് ഡയറക്ടറായാലും ആക്ടറായാലും ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ള ഫീൽഡാണ്. അത് നമ്മൾ വിചാരിക്കും ഓക്കെ ഇപ്പം നടക്കില്ല. ഇപ്പം തന്നെ കിഷ്കിന്ദ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ തുടങ്ങിയത് മുതൽ അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു, എന്നിട്ടാണ് നടന്നത്. അത് ഷൂട്ട് ചെയ്യാൻ ഉള്ളൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്ത ശേഷം ഇറക്കാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. പക്ഷേ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ്, മീൻസ് ആ സമയത്ത് കറക്റ്റായിട്ട് നടന്നു എന്നുള്ളതാണ്. നല്ല സമയത്ത് നടന്നു. കിഷ്കിന്ദ ഓണത്തിന് റിലീസായിരുന്നില്ലായിരുന്നെങ്കിൽ അതറിയില്ല ഇത്രയും വലിയൊരു ഹിറ്റാവും എന്നുള്ള. അങ്ങനത്തെ കുറേ ഘടകമുണ്ടല്ലോ. അത് അന്നത്തെ ആ സമയത്ത് കറക്റ്റായിട്ട് ഇറങ്ങി ഹിറ്റായി. സിനിമ വിജയിക്കുള്ളൂ. അത് നമ്മൾ വിചാരിക്കും ഓക്കെ അയ്യോ ഇതെന്ത് ഡിലേ. ഞാൻ കിഷ്കിന്ദ തന്നെ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പടം എല്ലാം കഴിഞ്ഞു, ഇറങ്ങുന്നില്ല, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതേപോലെ നമുക്ക് ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ളൂ. നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ വരുന്ന പേരെല്ലാം നാളെ വരണം എന്നില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് വരണം എന്നില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്, എത്രയും പെട്ടെന്ന് പ്രോജക്റ്റിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അത് ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയി ഒരു പ്രോജക്റ്റിലല്ലാതെ ഒരു 3-4 പ്രോജക്റ്റിൽ നമ്മൾ കാല് വെക്കുക, അപ്പോഴാണ് ഏതെങ്കിലും ഒന്ന് ഓണാവുക. പുറത്തുനിന്നുള്ള ഒരാളെ സംബന്ധിച്ച് കിഷ്കിന്ദ കണ്ടോ എക്കോയും ചെയ്ത സംവിധായകന് ഒരു പടം ഓണാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇപ്പോൾ വെച്ചിരിക്കുന്ന ഒരു നമ്മളെ കാണുന്നുള്ളൊരു ഹൈപ്പില്ലേ, ആ ഹൈപ്പ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് എൻ്റെ അടുത്ത് ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, മനസ്സിലായില്ലേ? ആ കണ്ടന്റ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ പേര് തന്നെ എനിക്ക് തോന്നുന്നു പല ഡയറക്ടേഴ്സും ഹിറ്റ് മേക്കേഴ്സും നെക്സ്റ്റ് ഒരു പടം പെട്ടെന്ന് ചെയ്യാത്തതിൻ്റെ കാരണം അതായിരിക്കാം. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ആ ഒരു ടാഗ് എപ്പോഴും ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഭയങ്കര ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള പടം ചെയ്യണം, അല്ലാതെ നമ്മൾ ഈ ഇത്ര ഹൈപ്പിൽ നിൽക്കുന്ന ആ ഹൈപ്പിനനുസരിച്ചുള്ള പടം ചെയ്യണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഭയങ്കര നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്യുന്നതാണ്. അതില്ലാതെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരണം, എന്നാലേ നമ്മൾ ഫ്രീ ആയിട്ട് പടങ്ങൾ ചെയ്യുള്ളൂ. സാർ ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയാനായിട്ടുണ്ട്, ഇപ്പോൾ ബാഹുവിന്റെ സ്ക്രിപ്റ്റ് എല്ലാം കറക്റ്റ് ഇത്ര ലൊക്കേഷനുകൾ മാത്രം ഉണ്ടാവും, കറക്റ്റ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ പുള്ളി കറക്റ്റ് പ്ലാൻഡ് ആയിരിക്കും. അപ്പോ ഇപ്പോ കിഷ്കിന്ദാണത്തിന് മുന്നേ എഴുതിയതാണ് എക്കോ, അതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ഇത് ഓണാവും അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത്ര ബഡ്ജറ്റിൽ നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് എക്കോ ചെയ്തത്. ഇനി ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ, നിങ്ങൾ ഒന്നും കൂടി കൊളാബറേറ്റ് ചെയ്യാൻ? ഒന്നുമില്ല. ഇപ്പോൾ കിഷ്കിന്ദ ചെറിയ ബഡ്ജറ്റ് ചെയ്ത് ഭയങ്കര ഹിറ്റായി. അതിൻ്റെ ഹിറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ മീൻസ് അതിൻ്റെ കളക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വലിപ്പം കാണിക്കേണ്ടിയിട്ട് പടം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വലിപ്പം കൂടുമ്പോൾ തോറും എനിക്ക് ടെൻഷനാണ്, ഭയം, പേടി കൂടുതലാണ്. പക്ഷേ ഞാൻ ചെയ്യൂട്ടോ അതെല്ലാം. അതാണ് ഞാൻ എപ്പോഴും അതിൻ്റെ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ എക്കോ എന്നെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സിനിമയാണെന്ന് കേട്ടി. അപ്പോൾ
ഇനിയൊരു അന്ന് സാധിച്ചില്ല. അയ്യോ ഇനി അടുത്ത ഞാൻ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ അതാണ് അത് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനാണ്. ഡയറക്ഷൻ പ്ലസ് പ്രൊഡ്യൂസ്. പിന്നെ ഓക്കെ ഇതെങ്കിൽ ജസ്റ്റ് ഓക്കെ ഞാൻ എൻ്റെ പേരിട്ടോ ഭാഗമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ അല്ലാണ്ട് അതിൻ്റെ അപ്പുറം ഒന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. നമുക്ക് ഭയങ്കര കഷ്ടമാണ് അത്. നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴേ മനസ്സിലാവും. ഞാൻ ഒരു ഘട്ടത്തിൽ ഞാനതിൽ നിന്ന് പിൻവാങ്ങി. അത് പറ്റില്ല എന്നുള്ള മാനസികമായിട്ട് ഭയങ്കര ടെൻഷനാണ്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു 3 സിനിമകൾ പറയും. എനിക്കിഷ്ടമുള്ള പടം എന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് വരും എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമോഷൻസ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആകുമ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് എല്ലാ ജോണറും ഇഷ്ടമാണ്. പക്ഷേ ഇമോഷൻസ് ഭയങ്കര ഡീപ്പ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ ഞാനൊരു അച്ഛനായതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ കുറേ റിലേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ ഗ്രേവി യാർഡ് ഓഫ് ഫയർഫ്ലൈസ് എന്നുള്ള മറ്റേ ആനിമെ മൂവി, ജപ്പാൻ ആനിമെ മൂവി, അത് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയായിരുന്നു. പിന്നെ പെട്ടെന്ന് പറയുമ്പോൾ മലയാളത്തിൽ പെട്ടെന്ന് പറയുമ്പോൾ ഭ്രമരോ അല്ലെങ്കിൽ മറ്റേ തന്മാത്രയെല്ലാം എനിക്ക് പെർഫോമൻസ് അതാണ് ഇമോഷൻ പെർഫോമൻസാണ് എന്നെ ഭയങ്കര ഹൂക്കിക്കുന്നത്. ഞാനെപ്പോഴും ആഗ്രഹിക്കും ലാലേട്ടനെല്ലാം വെച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഡെപ്തുള്ള ഒരു ഇങ്ങനെ മൂവിയിലും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം എപ്പോഴും. ഭ്രമരോലെ തന്മാത്രയിലും പോലെയുള്ള ലാലേട്ടൻ്റെ പെർഫോമൻസ് ബേസ്ഡ് എന്തെങ്കിലും അതെപ്പോഴും ഫ്യൂച്ചറിൽ ഉണ്ടാവട്ടെ. ഇപ്പോൾ എല്ലാ ഷൂട്ടിംഗ് സെറ്റിലും എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന മെമ്മറി, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ഒന്നും പറയാത്തൊരു മെമ്മറി? മെമ്മറി ഇത് തന്നെയാണോ എന്താ പറയുക അവിടുത്തെ കാലാവസ്ഥേനെ കൊണ്ടുള്ള പ്രശ്നങ്ങളും അതിന് എങ്ങനെ അതിൽ നിന്നൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്തുണ്ടായ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇടിമിന്നലേക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിമിന്നൽ അടിക്കുന്ന സ്ഥലമാണ്, അടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഏരിയയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 2-3 മലകളിൽ ഇറങ്ങിയിട്ട് വന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ക്ലിഫിൻ്റെ ഭാഗം, അതായത് പോത്തൻ്റെ ക്ലിഫ്. അപ്പോൾ ആ ക്ലിഫിൽ നമ്മൾ മഴ പെയ്യുമ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് മരങ്ങൾ മാത്രമുണ്ട്. അവിടെ പോയിട്ട് നിൽക്കും. അത് 2 ടെൻറ്റില്ല. ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റിൽ തന്നെ ഉണ്ടാവും 25-30 ആൾക്കാർ, വേറെ ടെൻറ്റ്. അപ്പോൾ ഈ ടെൻറ്റിൽ നിന്ന് നല്ല മഴ പെയ്തപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ നമ്മൾ ഓക്കെ ഇന്ന് ഷൂട്ട് നിർത്താൻ എന്താ പറയുക 5:30 ഓൾറെഡി ആയി, ലൈറ്റ് പോകുന്നുള്ള മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓക്കെ ഇനിയും നാളെ എടുക്കാന്നുള്ള രീതിയിൽ. അപ്പോഴും നല്ല ഹെവി റെയിൻ ആയതുകൊണ്ട് ഞങ്ങളുടെ ടെൻറ്റിലെ ആൾക്കാർ പറഞ്ഞു ഓക്കെ നമുക്കിപ്പോൾ ഇവിടെ തന്നെ നിൽക്കാം. മറ്റേ ടെൻറ്റ് മെല്ലനെ മൂവ് ചെയ്യാൻ തുടങ്ങി. മൂവ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുക്ക് ഇപ്പോഴും അതിൻ്റെ വീഡിയോ ഉണ്ടായി. ഞാൻ ആദ്യം അവരോട് പറഞ്ഞു ഇവിടെ പോലെ, പക്ഷേ ഇതൊന്നും കേൾക്കുന്നില്ല. അവരിങ്ങനെ നടക്കുന്നത് ഞാനായിട്ട് നമ്മുടെ ഒരു രസമാണല്ലോ. ഓക്കെ ഇവർ ഫുൾ മഴയത്ത് ഇങ്ങനെ ഒരു ടെൻറ്റ് ടോട്ടലി ആൾക്കാരിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിലൊരു 30 പേരുണ്ട്. വിത്തിൻ്റെ സെക്കൻഡ് ഇടിയടിച്ച് നമുക്കത് ക്യാമറയിലുണ്ട്. അടിച്ചു എന്തോ ഭാഗ്യത്തിന് അവിടുത്തെ ഒരാൾ പറഞ്ഞ് അവനെ അടിച്ചുമില്ല. അപ്പം തന്നെ കൈ ഷെയ്ക്കായിട്ട് ഇങ്ങോട്ട് എടുത്തു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ വീഡിയോയിലുണ്ട് ഇടി അടിക്കുന്നത് എൻ്റെ ഷെയ്ക്കാവുന്നത്. അപ്പോൾ നല്ലൊരു അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് എന്നുള്ള ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു ടെൻഷനുണ്ട്. എൻ്റെ നമ്മൾ ഇനിയെല്ലാം അങ്ങനെ ഒരു അവസ്ഥയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് തന്നെ അറിയില്ല. അത്രത്തോളം അതിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളിലൂടെ നമ്മൾ ഷൂട്ട് ചെയ്ത സാധനങ്ങൾ നിങ്ങളിപ്പം കാണും. അതിൻ്റെ ഒക്കെ റിസൾട്ട് ഇപ്പോൾ സിനിമ കണ്ട ഒരാളെന്നുള്ള രീതിയിൽ അതൊക്കെ ഞാൻ കണ്ടു. ഭയങ്കര എക്സൈറ്റ് ചെയ്ത് കണ്ടൊരു പടമാണ്. ക്ലൈമാക്സ് ഒക്കെ അത്രയും പീക്കാന്നൊരു പടമാണ്. ഇതുപോലത്തെ പടങ്ങൾ ഇനി ചെയ്യാൻ പറ്റട്ടെ, ഞങ്ങൾക്ക് അത് കാണാൻ പറ്റട്ടെ. താങ്ക് യു.